ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓരോ ക്വസ്റ്റിനും നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിർത്തി ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ ഉള്ള ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: Consider the following statements about Panchayat Raj and mark which of the statement is incorrect. പഞ്ചായത്ത് രാജിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. എ. 1/3 seats are reserved for women at all levels of the പഞ്ചായത്ത് രാജ് system. പഞ്ചായത്ത് രാജ് സംവിധാനം പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ബി. പഞ്ചായത്ത് രാജ് is associated with the 12th schedule of the constitution. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ഗ്രാമസഭ ദാറ്റ് ഗ്രാമപഞ്ചായത്ത് വർക്ക്സ്. ഡി. രാജസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം, നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 12th ഷെഡ്യൂള് പഞ്ചായത്ത് രാജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. കാരണം 12th ഷെഡ്യൂളും പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധമില്ല. 12th ഷെഡ്യൂള് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് പറയുന്നതാണ്. 12th ഷെഡ്യൂള് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ 11th ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. ഈ 12th ഷെഡ്യൂളും 11th ഷെഡ്യൂളും 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും ഇത് മൂലമുണ്ടായ 2 ഷെഡ്യൂൾസ് ആണ്. അപ്പോൾ 11th പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നു, 12th മുനിസിപ്പാലിറ്റീസ് അർബൻ ലോക്കൽ ബോഡീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 12th ഷെഡ്യൂൾ നോട്ട് റിലേറ്റഡ് ടു പഞ്ചായത്ത് രാജ്, അത് ഓർത്ത് വെക്കാം. പിന്നെ രാജസ്ഥാൻ തന്നെയാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനം. രാജസ്ഥാനിലെ നഗൗർ ജില്ലയിലാണ് അത് ഇംപ്ലിമെന്റ് ആവുന്നത് ആദ്യമായിട്ട്. എന്നാണ്? ഒക്ടോബർ 2, 1959 പഞ്ചായത്ത് രാജ് ഇംപ്ലിമെന്റഡ് ആവുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വരുന്നതിന് മുൻപേ തന്നെ രാജസ്ഥാനിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അതായത് സ്റ്റേറ്റിന്റെ കീഴിൽ അവിടെ ആ ഒരു സിസ്റ്റം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് എ നോക്കാം. 1/3 സീറ്റ്സ് സ്ത്രീകൾക്ക് വേണ്ടി റിസർവ്ഡ് ആണെന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ ആണ് 243D. ഓക്കെ, 243D അതായത് 1/3 33%. ഇത് എല്ലാ ലെവൽസിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 243D ആണ് അതിൽ പറയുന്നത്. ഇത് പറയുന്ന ആർട്ടിക്കിൾ 243D 1/3 അതായത് 33% സ്ത്രീകൾക്ക് വേണ്ടി റിസർവേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് സി നോക്കാം. ഗ്രാമസഭ തന്നെയാണ് പഞ്ചായത്ത് രാജിന്റെ ഫൗണ്ടേഷൻ കേട്ടോ. ഗ്രാമപഞ്ചായത്ത് അക്കൗണ്ടബിൾ ആയിട്ടുള്ളതും ഗ്രാമസഭയാണ്. അപ്പൊ ഗ്രാമസഭ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ ഇലക്ട്രൽ റോൾസിലുള്ള എല്ലാ 18 വയസ്സിന് മുകളിലുള്ള ആളുകളും കൂടി ചേർന്ന് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആണ് ഗ്രാമസഭ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following articles of the Indian Constitution states that it shall be the duty of the Union to protect every state against external aggression and internal disturbances? ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ് ഇങ്ങനെ പറയുന്നത്? ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ വന്നാലും ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടായാലും സ്റ്റേറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് യൂണിയൻ ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 325, ആർട്ടിക്കിൾ 354, ആർട്ടിക്കിൾ 353, ആർട്ടിക്കിൾ 355. അപ്പൊ ഇത് എമർജൻസി, എക്സ്റ്റേണൽ അഗ്രഷൻ, ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള വേർഡ്സ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇത് എമർജൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. പാർട്ട് 18 ആർട്ടിക്കിൾ 352 തൊട്ട് ആർട്ടിക്കിൾ 360 വരെയാണ് എമർജൻസി പ്രൊവിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആർട്ടിക്കിൾ 325 അങ്ങ് ഡിലീറ്റ് ചെയ്യാം.
325 അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല. പിന്നെ ആർട്ടിക്കിൾ 354, 53, 55 ആണ്. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 352ലാണ് എന്ത് പറയുന്നത്? നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 356ലാണ് പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണത്തിനെ കുറിച്ച് പറയുന്നത്. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ആർട്ടിക്കിൾസ് ആയിരിക്കും അതിനെക്കുറിച്ച് സ്പെസിഫിക്കലി പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ആർട്ടിക്കിൾ 355 ആണ് കേട്ടോ. ഡി 355 ആണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 355 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് കാണിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ വരികയോ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സിനെ, സംസ്ഥാനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് യൂണിയൻ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഒപ്പം തന്നെ ആയിരിക്കണം ഓരോ സ്റ്റേറ്റും പ്രവർത്തിക്കേണ്ടത് എന്നും കൂടി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 355. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് പ്രവർത്തിച്ചില്ല എങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിന് വിരുദ്ധമായിട്ട് ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 356 പ്രകാരം അവിടെ പ്രസിഡൻസ് റൂൾ വരും. അതായത് ഈ ആർട്ടിക്കിൾ 356 ഉണ്ടല്ലോ, രാഷ്ട്രപതി ഭരണം, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് ആർട്ടിക്കിൾ 355 കാണിക്കുന്നത്. അതായത് യൂണിയൻ ഇങ്ങനെ ഇന്റർവ്യൂൻ ചെയ്യേണ്ടി വരും, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരും. എപ്പോൾ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഫോളോ ചെയ്തില്ലെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഒരു ജസ്റ്റിഫൈങ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 355. അപ്പൊ പാർട്ട് 18ലാണ് എമർജൻസി പ്രൊവിഷൻസ് ഉള്ളത്. ഇനി ആർട്ടിക്കിൾ 325. ആർട്ടിക്കിൾ 325 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ജനറൽ ഇലക്ട്രൽ റോൾ, അതായത് ഒരു വോട്ടർ പട്ടിക, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു വോട്ടർ പട്ടിക ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു സ്പെഷ്യൽ വോട്ടർ പട്ടിക അങ്ങനെ, അതായത് ഒരു മതത്തിൽപ്പെട്ടവർക്ക് വേറെ ഒരു സ്പെഷ്യൽ പട്ടിക അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒരു രീതിയിലും ഒരു സ്പെഷ്യൽ ഇലക്ട്രൽ റോളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇലക്ട്രൽ റോളിൽ ആരെയും ഇൻക്ലൂഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അതായത് ഒരൊറ്റ സിംഗിൾ ഇലക്ട്രൽ റോൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 325. ഇനി 353 എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ, എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ്സിനോട് എങ്ങനെയാണ് യൂണിയൻ ഡയറക്റ്റ് ചെയ്യുന്നത്, യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ്, അതാണ് ആർട്ടിക്കിൾ 353 വരുന്നത്. ആർട്ടിക്കിൾ 354 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ നടക്കുക, സ്റ്റേറ്റുകൾക്ക് ഉള്ള വരുമാനം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 350. അപ്പൊ ഈ 353, 354 എമർജൻസി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എഫക്റ്റിനെ കുറിച്ച് പറയുന്നതാണ് 53, 54. 55 പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് സ്റ്റേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുപോലെ ആ സ്റ്റേറ്റ്സ് ഭരണഘടനയുടെ സംവിധാനങ്ങൾക്ക് വിധേയമാകാതെ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ വരാം എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യം. ലീഗൽ അഡ്വൈസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നോൺ ആസ്. സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശകൻ അറിയപ്പെടുന്നത്. 1. പവർ ഓഫ് അറ്റേർണി, 2. അഡ്വക്കേറ്റ് ജനറൽ, 3. അറ്റേർണി ജനറൽ. ആരാണ് സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശകൻ? പവർ ഓഫ് അറ്റേർണി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഒന്നും അല്ല എന്ന് അറിയായിരിക്കും അല്ലെ നിങ്ങൾക്ക്. പവർ ഓഫ് അറ്റേർണി ഇസ് നോട്ട് ലൈക്ക് ഒരു ഗവൺമെന്റ് പോസ്റ്റ് ഒന്നും അല്ല, ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നെ അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്, അറ്റേർണി ജനറലും ഉണ്ട്. ഇനി ഇതിൽ ആരായിരിക്കും? ഒരാൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്, ഒരാൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. അറ്റേർണി ജനറൽ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസർ. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴുള്ള അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ആണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് ലീഗൽ അഡ്വൈസർ. ആർട്ടിക്കിൾ 165 ഇത് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 165 നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലോ ഓഫീസറും ഇദ്ദേഹം ആയിരിക്കും. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് ലീഗൽ അഡ്വൈസറും അഡ്വക്കേറ്റ് ജനറൽ തന്നെ ആയിരിക്കും. പിന്നെ വരുന്നതാണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ചീഫ് അഡ്വൈസർ ഓഫ് യൂണിയൻ ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെയുള്ള ആളാണ്, നമ്മുടെ കൂടെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടെയുള്ള ആളല്ല. ആർട്ടിക്കിൾ 76 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്, അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്.
അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെ ആളും അഡ്വക്കേറ്റ് ജനറൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടെ ഉള്ള ആളുമാണ്. അപ്പൊ പവർ ഓഫ് അറ്റേണി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഓഫീസ് അല്ല, അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റൊരാളെ അധികാരപ്പെടുത്തുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് പവർ ഓഫ് അറ്റേണി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി സ്പീക്കർ ഓഫ് ലോക്സഭ. അതായത് ഈ കുറച്ച് ക്വസ്റ്റ്യൻ ഈ സ്റ്റേറ്റ്മെന്റ്സിലെ പ്രസിഡന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ലോക്സഭാ സ്പീക്കറിനാണ് സമർപ്പിക്കുന്നത്. പ്രസിഡന്റ് സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹിസ് റിമൂവൽ ഫ്രം ഓഫീസ് ഈസ് ടു ബി ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ആർട്ടിക്കിൾ 61 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 61 പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലെ ആൻസർ ഏതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് കോൺട്രാഡിക്ടറി ആണ്. അതായത് ഒന്നിനകത്ത് പറയുന്നു റെസിഗ്നേഷൻ ലെറ്റർ സ്പീക്കറിനാണ് കൊടുക്കേണ്ടതെന്ന്, വേറെ ഒന്നിനകത്ത് പറയുന്നു വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ആൻസർ ആവത്തില്ല. അപ്പോൾ ഡിയും പോയി സിയും പോയി, ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ രണ്ടും കോമൺ ആയിട്ട് വരുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും ആണ്. അപ്പൊ 1 ഉം 2 ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനായിരിക്കും. ഓക്കെ, പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഓൺലി 2 and 3 ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ അത് പ്രസിഡന്റ് സ്പീക്കർക്ക് കൊടുക്കും എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 56 സബ് ക്ലോസ് 1A പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റ് ആണ് ഇത് ലോക്സഭാ സ്പീക്കറെ അറിയിക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 56 സബ് ക്ലോസ് 1A ഇത് പറയുന്നത്. വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് കൊടുക്കുന്നു, വൈസ് പ്രസിഡന്റ് ഇൻ ടേൺ ഇത് സ്പീക്കറിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട് അല്ലെ, ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 കറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനെ എങ്ങനെ നമുക്ക് ഇംപീച്ച് ചെയ്യാം, പ്രസിഡന്റിനെ ആ ഒരു എടുത്ത് മാറ്റുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഇംപീച്ച്മെന്റ്. അപ്പൊ എങ്ങനെ ആ പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് മാറ്റാം എന്നുള്ള, ഇംപീച്ച് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റിന് വിധേയമാക്കാനുള്ള കാരണം വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഭരണഘടനയ്ക്കെതിരായി അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത്? നമുക്ക് ലോക്സഭയിലും ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം, രാജ്യസഭയിലും സ്റ്റാർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഹൗസിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് 14 ദിവസത്തെ റിട്ടൺ നോട്ടീസ് നമ്മൾ ഹൗസിൽ ലീഡർക്ക് കൊടുത്തിരിക്കണം. 14 ഡേയ്സിന്റെ റിട്ടൺ നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിൽ ഹൗസിലെ 1/4 മെമ്പേഴ്സിന്റെ സൈനും വേണം. 1/4 നാലിൽ ഒരു ഭാഗം ആളുകളുടെ സൈനും ആ ഒരു നോട്ടീസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ച ശേഷം 2 ഹൗസസിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും 2/3 സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം. അപ്പൊ ഇത്തിരി ഒരു ടഫ് പ്രൊസീജിയർ ആണ്. 2/3 സ്പെഷ്യൽ മെജോറിറ്റിയിൽ 2 ഹൗസസിലും ഇത് പാസ്സായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, in the Constituent Assembly debates, I hold that these village republics have been the ruination of India. Who made this comment? ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ഈ ഗ്രാമ റിപ്പബ്ലിക്കുകൾ ഇന്ത്യയുടെ നാശമാണെന്ന് ഞാൻ കരുതുന്നു. ആരാണ് ഈ അഭിപ്രായം പറഞ്ഞത്? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഒരു പ്രസിദ്ധനായ വ്യക്തി പറഞ്ഞ വാചകമാണ് ഗ്രാമ റിപ്പബ്ലിക്കുകൾ. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പോലെയുള്ള ഉണ്ടല്ലോ ഗ്രാമ റിപ്പബ്ലിക്സ്. അപ്പൊ അത് ഇന്ത്യയുടെ നാശമാണെന്ന് കരുതുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മെയിൻ ആയിട്ടും ഈ റിപ്പബ്ലിക്സിന് എതിരെ നിന്ന ഒരു പ്രധാന ഒരു വ്യക്തിയാണുള്ളത്.
ഗാന്ധിജി റിപ്പബ്ലിക്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ പല ഐഡിയാസിനോടും ഓപ്പോസിഷൻ ആയിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഗാന്ധിജിയുടെ പല ഐഡിയാസും ഇദ്ദേഹം എതിർത്തിരുന്നു. ഇവർ ഐഡിയോളജിക്കലി രണ്ട് ധ്രുവങ്ങളിൽ നിന്ന ആളുകളാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് പറഞ്ഞത് വില്ലേജ് റിപ്പബ്ലിക്സിന്റെ തകർച്ച, ഇന്ത്യയുടെ തകർച്ചയുടെ കാരണം വില്ലേജ് റിപ്പബ്ലിക്സ് ആണെന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. So this comment was made by Dr. B.R. Ambedkar. So option C only 3 ആണ് ആൻസർ. ഇദ്ദേഹത്തിന്റെ 1948 നവംബർ 4 നടന്ന സ്പീച്ചിലാണ് ഇദ്ദേഹം ഇങ്ങനെ വില്ലേജ് പഞ്ചായത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഐ എം ഗ്ലാഡ് ദാറ്റ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ്, അദ്ദേഹം ഇതും പറയുന്നുണ്ട്, അതായത് വില്ലേജ് പഞ്ചായത്തുകൾ എന്നുള്ള ഐഡിയയെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കാർഡ് ചെയ്തു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആസ് ഇറ്റ്സ് യൂണിറ്റ്, ഇൻഡിവിജ്വലിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു എന്നുള്ളതിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണെന്ന് അദ്ദേഹം ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ 73rd 74th അമെന്റ്മെന്റിൽ പഞ്ചായത്തുകളെ പിന്നെയും നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് നല്ലൊരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ പണ്ടത്തെ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് പഞ്ചായത്ത് കാസ്റ്റ് ബേസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ജുഡീഷ്യൽ കോഡ്സ് ഉണ്ടായിരുന്നു. വളരെ ഒപ്രസീവ് ആയിട്ടുള്ള പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പൊ ഇതിനെതിരെയാണ് ഇദ്ദേഹം ശബ്ദമുയർത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്? ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? Constitutional amendments are made by virtue of constituent power. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നു. ബി. Constitutional amendments are made by virtue of power under Article 368 of the Constitution. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അധികാരത്തിന്റെ ബലത്തിലാണ് ഭരണഘടനാ ഭേദഗതികൾ വരുന്നത്. സി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. Constitutional amendments are not law under Article 13 of the Constitution. D. All of the above, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് പോയാലോ? ആൻസർ ഡി ഓൾ ഓഫ് ദി എബോ ആണ് ഇതിന്റെ ഉത്തരം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ വെർച്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പവേഴ്സ്. അപ്പൊ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുമ്പോൾ അത് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പവർ ആണ് അവിടെ എക്സസൈസ് ചെയ്യപ്പെടുന്നത്. അതായത് ലെജിസ്ലേറ്റീവ് പവർ അല്ല, ഒരു പുതിയ ലോ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതിന്റെ ഭരണഘടനയെ അമെന്റ് ചെയ്യുന്ന പവർ അല്ലേ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊരു കോൺസ്റ്റിറ്റ്യൂന്റ് പവർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലൊക്കെ അത് പറയുന്നുണ്ട്. അതായത് അമെൻഡിങ് ദ സുപ്രീം ലോ ഈസ് ആൻ ആക്ട് ഓഫ് സോവറിൻ പവർ എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം ലോ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അപ്പൊ അത് അമെൻഡ് ചെയ്യാന്ന് പറയുന്നത് ആക്ട് ഓഫ് സോവറിൻ പവർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് പവറിന്റെ ഒരു വേർച്യൂ പ്രകാരം ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ആർ മെയ്ഡ് ബൈ വേർച്യൂ ഓഫ് പവർ അണ്ടർ ആർട്ടിക്കിൾ 368. അപ്പൊ ആർട്ടിക്കിൾ 368 ആണ് എന്ത് ചെയ്യുന്നത്, പാർലമെന്റിന് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ ഗ്രാന്റ് ചെയ്യുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 368ന്റെയും ബലത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ 368ലാണ് ഇങ്ങനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് നടത്താം. ഈ 368ലാണ് സ്പെഷ്യൽ മെജോറിറ്റി വേണം, ചില കേസിൽ സ്റ്റേറ്റ്സിന്റെ സമ്മതം കൂടി വേണം, റാറ്റിഫിക്കേഷൻ കൂടി വേണം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. അപ്പൊ ആർട്ടിക്കിൾ 368ഉം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിൽ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആർട്ടിക്കിൾ 13 പ്രകാരം ഒരു ലോ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആർട്ടിക്കിൾ 13 പ്രകാരം ഒരു ലോ, അതായത് നോർമൽ ലോ അല്ല. 24th അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ക്ലോസ് 4, അതായത് ആർട്ടിക്കിൾ 13 ഒരു ക്ലോസ് 4ഉം ഒരു ക്ലോസ് 3, ഒരു ക്ലോസ് 4 ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 368 ഒരു ക്ലോസ് 3യും ആഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 13 എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഏതെങ്കിലും ഒരു ലോ, അതിപ്പോ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിലും പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിലും, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരായിട്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, മൗലികാവകാശങ്ങളെ എതിർത്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എന്താ, വോയിഡ് ആയിട്ട് മാറും. അത് അപ്പം തന്നെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് മാറും. അതാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ ഇങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ
അതിനെതിരെ വന്നു കഴിഞ്ഞാൽ അത് വോയിഡ് ആയിട്ട് മാറുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോ അതായത് ആർട്ടിക്കിൾ 13 പ്രകാരം എനി ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സും എനി ലോ ആണോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു കൺഫ്യൂഷൻ. അത് പിന്നെയുള്ള കേസുകളിൽ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിന് സ്പെഷ്യൽ ഇതാണ്, അതായത് എനി ലോ, ഒരു സാധാരണ നോർമൽ ലോ അല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സിന് അങ്ങനെ വോയിഡ് ആയിട്ട് പോവില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് എന്താ, ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്, പക്ഷേ ആർട്ടിക്കിൾ 13 പ്രകാരം അത് നൾ ആൻഡ് വോയിഡ് ആയിട്ട് പോവില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ എതിരായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തിരി ഒരു കൺഫ്യൂഷൻ വരാം. എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 13 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒരു ലോ അല്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ആർട്ടിക്കിൾ 13 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ക്യാൻസൽ ആയി പോകില്ല. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള സ്ട്രക്ചറിനെതിരായിട്ടാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്ട്രൈക്ക് ഡൗൺ ആവും. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയവും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ആവും. ഈ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. Which among is the correct chronological order of the cases of fundamental rights and directive principles? മൗലിക അവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? 1. ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 2. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം. 3. ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. 4. മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കേസസിന്റെയും വർഷവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫർദർ ആയിട്ട് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് കേസ് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. 1951 ഈ കേസ് നടക്കുന്നത്. അപ്പൊ ഈ കേസിന്റെ റൂളിംഗ് ആയിട്ട് സുപ്രീം കോടതി പറയുകയാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അത് അവിടെ സുപ്രീമസി ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും. അതായത് അവിടെ പ്രാധാന്യം കൊടുക്കുക ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും, DPSPക്ക് ആയിരിക്കില്ല. അതാണ് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പൊ ഇതിനകത്ത് കോർട്ട് പറയുന്നുണ്ട് പാർലമെന്റിന് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല, അബ്രിഡ്ജ് ചെയ്യാനോ ഒന്നും, അതായത് അമെൻഡ് ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967. 51 ചെമ്പകം ദൊരൈരാജൻ, ഗോലഖ്നാഥ് കേസ് വരുന്നത് 1967 67. അടുത്ത കേസ് വരുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് വളരെ ഇമ്പോർട്ടന്റ് കേസാണ്. ഈ കേസുകളെല്ലാം ഇമ്പോർട്ടന്റ് കേട്ടോ. 1973 1973 കേശവാനന്ദ ഭാരതി കേസ് വരുന്നത്. ഈ കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഡോക്ട്രൈൻ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാനമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ആ കാര്യങ്ങൾ പാർലമെന്റിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ബേസിക് സ്ട്രക്ചറിൽ അമെന്റ്മെന്റോ ഓൾട്ടറേഷനോ ഒന്നും വരുത്താനായിട്ട് പറ്റില്ല. പക്ഷെ വേറെ ഏത് ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് അമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസിലെ മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്നത് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ആണ്. നാലാമത്തെ കേസാണ് മിനർവ മിൽസ് വേഴ്സസ് ലിമിറ്റഡ് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള. ഇത് 1980 നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയുടെയും തന്നെയാണ്. അപ്പൊ ഇതൊരു ഹാർമോണിയസ് ബാലൻസിൽ പോകണം, ആർക്കും സുപ്രമസി ഇല്ല എന്നാണ് ഈ ഒരു കേസിൽ പറയുന്നത്, മിനർവ മിൽസിന്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Constitution of India was adopted and enacted and came into force on. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പൊ നമുക്ക് 2 ഡേറ്റുകളാണ് വേണ്ടത്. കറക്റ്റ് ഡേറ്റ് ഏതാണ്, സെറ്റ് ഓഫ് ഡേറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ August 15, 1947 and January 26, 1949. ബി August 15, 1947 and January 26, 1950. സി November 26, 1949 and January 26, 1950. D November 26, 1949 and November 26, 1950. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, എന്നിട്ടാണ് എനാക്ട് ചെയ്യുന്നത് അല്ലെ, അംഗീകരിക്കപ്പെട്ടിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, August 15, 1947, January 26, 1949. അപ്പൊ 1947 ഭരണഘടന രൂപം കൊണ്ടിട്ടില്ല. കറക്റ്റ് അല്ലേ?
അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും എടുത്ത് കളയാം. എയും ബിയും പോയി. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം സിയിൽ പറയുന്ന നവംബർ 26, 1949 ജനുവരി 26, 1950 ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഡി ഓപ്ഷൻ നോക്കിയേ, നവംബർ 26, 1949 നവംബർ 26, 1950 ആണ്. അതായത് ഒരു വർഷത്തെ ഗ്യാപ്പ് ആണ് ഈ ഒരു ഡി ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അഡോപ്റ്റഡ് ആയി ഇത്രയും എനാക്ഷൻ നീട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടോ? അത് സാധ്യത കുറവല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് എടുക്കാം. ഇത് ഒട്ടും അറിയില്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ടെക്നിക്കാണ്, അല്ലാതെ ആൻസർ ഇതിന്റെ ആൻസർ നമ്മൾ അറിഞ്ഞിരിക്കണം ആസ് PSC ആസ്പിരൻസ്. അപ്പോൾ ആൻസർ സി നവംബർ 26, 1949 ആൻഡ് ജനുവരി 26, 1950. അതായത് നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ ദിനം, സംവിധാൻ ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നവംബർ 26. ഫോഴ്സ്, അതായത് കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വരുന്നത് ജനുവരി 26, 1950 അന്നാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? പ്രിയാമ്പിൾ കൊടുത്തേക്കുന്ന ഡേറ്റ് നവംബർ 26, 1949 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. 2. All the members of രാജ്യസഭ are elected on the basis of proportional representation. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 3. Its chairman is elected from among its members. അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അപ്പർ ചേംബർ പെർമനന്റ് ഹൗസ് ആണ്. അത് കറക്റ്റ് അല്ലേ? പെർമനന്റ് ഹൗസ് സ്ഥിരം സഭയാണ്, മൊത്തത്തിൽ അങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആവുന്നില്ല രാജ്യസഭ അല്ലെ. അപ്പൊ അത് പെർമനന്റ് ഹൗസ് ആണ്. അപ്പൊ 1 വരുന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് കളയാം. എയും ബിയും പോയി. ഇനി സിയും ഡി, ഒന്നില്ലെങ്കിൽ നൺ ഓഫ് ദീസ് അല്ലെങ്കിൽ 2 and 3 ആണ്. ഓക്കെ. പിന്നെ അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അതിന്റെ ചെയർമാൻ നമ്മൾ മെമ്പേഴ്സിൽ എലക്ട് ചെയ്യാണ്. ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ? ഒരു ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ? അതായത് രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് ഒരു ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ രാജ്യസഭയുടെ ചെയർമാൻ, പ്രിസൈഡിംഗ് ഓഫീസർ? അല്ല, രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ. അപ്പൊ ആ ഓപ്ഷൻ തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ നൺ ഓഫ് ദീസ് നമുക്ക് കളയാം. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 2 and 3. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. രാജ്യസഭ അപ്പർ ചേംബർ, രാജ്യസഭയുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ പെർമനന്റ് സ്ഥിരം സഭയാണ് രാജ്യസഭ. അപ്പൊ ഇതൊരു പെർമനന്റ് ബോഡിയാണ്. ഡിസൊല്യൂഷൻ ഇല്ലേന്ന്, അതായത് കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഇല്ല, പക്ഷെ 1-2 വർഷം കൂടുമ്പോഴും അതിന്റെ 1/3 മെമ്പേഴ്സ് റിട്ടയർ ആവും. അതായത് അവരുടെ കാലാവധി പൂർത്തിയാക്കി അവർ ഓരോരുത്തരും റിട്ടയർ ആവും. അതായത് മൊത്തത്തിൽ രാജ്യസഭ കാലിയാവാറില്ല. ഓക്കെ, അങ്ങനെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനെയും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേറ്റീവ്, അനുപാതിക പ്രാതിനിധ്യം, ആ ഒരു മെത്തേഡിലൂടെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഓൾ ദ മെമ്പേഴ്സ് എന്നുള്ളതുണ്ടല്ലോ, ഇതാണ് അതിനകത്തെ തെറ്റാക്കിയ വ്യക്തി ആ ഒരു വേർഡ് എന്ന് പറയുന്നത്. രാജ്യസഭയിൽ ഇലക്ഷൻ നടക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബേസ് ചെയ്ത് തന്നെയാണ്. പക്ഷെ ഓൾ ദ മെമ്പേഴ്സ് അങ്ങനെയല്ല. കാരണം എന്താ? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മെമ്പേഴ്സിനെയും നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വഴി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ പ്രസിഡന്റ് ഒരു 12 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇത് തെറ്റിയത്. ഓക്കെ, ആ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓൾ ദ മെമ്പേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അടുത്തതാണ് ചെയർമാൻ ഈസ് എലക്ടഡ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ, എലക്റ്റഡ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ ഇദ്ദേഹത്തിനെ എലക്ട് ചെയ്യുന്ന ആരാണ്? 2 സഭകളും ചേർന്നാണ്. 2 സഭകളും ചേർന്നിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. അപ്പോ ആ ഒരു ഇലക്ട്രൽ കോളേജ് ആണ് വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഡെപ്യൂട്ടി ചെയർമാനെ നമ്മൾ മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ, ഡെപ്യൂട്ടി ചെയർമാൻ.
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി ഒരു സെഷനും കൂടി പൊളിറ്റിക്ക് വേണ്ടി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ എവരിബഡി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. അത് താങ്ക് യു.